ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാലപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് അരിപ്പൊടി വെച്ചിട്ടല്ല, ഗോതമ്പ് പൊടി വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മുടെ കയ്യിൽ അരിപ്പൊടിയോ അരിയോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് രാവിലെ നമുക്ക് ഈസി ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3/4 കപ്പ് തേങ്ങ കൂടുതലായാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പത്തിന്. ഇനി നമുക്ക് 1/3 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക. 3/4 ടീസ്പൂണ് ഈസ്റ്റ്, പിന്നെ 2 ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം 1 കപ്പ് ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഈസ്റ്റ് ഒക്കെ പൊങ്ങാനുള്ള ആ ഒരു ചൂടുണ്ടല്ലോ, ആ ചൂടിൽ 1 കപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്ക് 1 കപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ടോട്ടലായിട്ട് 2 കപ്പ് വെള്ളമാണ് 1.5 കപ്പ് മാവിലേക്ക് വേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ജാറിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടി ജാറിലേക്ക് തന്നെ നേരിട്ടിട്ട് ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. ചിലപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചാൽ നമുക്ക് ജാറൊക്കെ വൃത്തിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, അത് വിചാരിച്ചാൽ പാത്രത്തിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി വെച്ചിട്ടാണ്. ഇനി നമുക്കിത് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പൊ ആ മാവ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് പിന്നെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ അരിപ്പൊടിയുടെ പോലെ ഒരുപാട് നേരം ഒന്നും ഫെർമെന്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട. വെറും ഒരു 10 മിനിറ്റ് മാത്രം അരച്ചു വെച്ചാൽ മതി. നമ്മൾ കറിയിലേക്കുള്ളൊക്കെ അരിഞ്ഞ് റെഡിയാക്കുന്ന ടൈം മതി. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത് പൊങ്ങി വരുമൊന്നുമില്ല കേട്ടോ, ആകെ 10 മിനിറ്റ് അല്ലേ നമ്മൾ വെക്കുന്നുള്ളൂ. പക്ഷെ മാവിന് കുറച്ചൊരു ചെറുതായിട്ടൊരു കുറുക്കം പോലെ കാണാം, കണ്ടില്ലേ, കുറച്ചൊരു കട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായി വന്ന് നമുക്ക് ഒരു തവി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതങ്ങ് ചുറ്റിച്ചു കൊടുക്കുക. ഞാനിതിന് മുന്നേ ഒരപ്പം ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് നോക്കിയത്, ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ അപ്പാണ് ഇപ്പോൾ ചുട്ടെടുക്കുന്നത്. ചെറുതായി ഹോളുകളൊക്കെ വന്നു തുടങ്ങിയാൽ നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പൊ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൈഡൊക്കെ നല്ല ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് സൈഡൊക്കെ ബ്രൗൺ ആയിട്ട് വരണം കേട്ടോ ഗോതമ്പിന്റെ അപ്പം ഉണ്ടാക്കുമ്പോൾ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ശരിക്കും കറിയൊന്നും വേണ്ട, നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ തന്നെ കഴിക്കാൻ പറ്റും. അങ്ങനെ ഇതാ അടുത്തതും ചുട്ടെടുക്കുന്നുണ്ട്. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചുട്ടെടുക്കാം.
അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് വരും അപ്പം നല്ല ഹോളോട് കൂടിയിട്ട് തന്നെ കിട്ടും. പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഇനി ഒരെണ്ണം ഞാനിത് മുറിച്ചിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.